ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ. ഞങ്ങൾ അരോണ അങ്ങനെ വളർത്താറുണ്ട്. ഞങ്ങളുടെ ഒരു 10 ഇയേഴ്സായിട്ട് ഞങ്ങൾ അരോണ വളർത്താറുണ്ട്. അരോണ ഫിഷ് ഭയങ്കര ലക്കി ഫിഷാണെന്ന് പറയാറുണ്ട്. ചൈനീസ് വാസ്തു വെച്ചിട്ട് ലക്കി ഫിഷാണെന്ന് പറയാറുണ്ട്. അരോണയ്ക്ക് ഞങ്ങൾ ലൈവ് ഫുഡാണ് കൊടുക്കാറ്. ഇത് ഏത് ബ്രീഡാണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഗോൾഡൻ ബ്രീഡാണ്. നോർമൽ ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ ടച്ചുള്ള അരോണയാണ്. ഇതാണ് ഞങ്ങൾ ഇപ്പോഴായിട്ട് മേടിച്ചതാണ്, ഒരു 1 month ബിഫോർ മേടിച്ചതാണ്. ഇതിന് ലൈവ് ഫുഡായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഗോൾഡൻ ഫിഷാണ്. ഗോൾഡൻ ഫിഷ് നമ്മൾ സാധാരണ വേറൊരു ടാങ്കിൽ അതിന് മോട്ടറൊക്കെ ഇട്ട് അറ്റാച്ച് ചെയ്താണ് നമ്മൾ കൊടുക്കാറ്. ഒരു ദിവസം 1 or 2 അത്രയും ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ. പിന്നെ ഇത് 2-3 ഡേയ്സും 1 വീക്കൊക്കെ ഫുഡ് എടുക്കാതെ ഇരിക്കും. മാക്സിമം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫിഷാണ് അരോണ. അരോണ ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയാണ്, എപ്പോഴും നമ്മുടെ കൂടെ കാണും. ഇതിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരു ഗോൾഡൻ ടച്ചുണ്ട് അതിൻ്റെ ആ ടെയിൽ എൻഡിലൊക്കെ. ആ ഗോൾഡൻ ടച്ച് ഇനി കുറച്ചുകൂടെ വളർന്ന് നല്ല വലുതാവും, ഇത് നല്ല ലെങ്തി ആവും. അപ്പോൾ ഇതിൻ്റെ കളർ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റായിട്ട് ഗോൾഡൻ കളർ കാണാൻ പറ്റും. ആരുടെയൊക്കെ വീട്ടിൽ അരോണയുണ്ട്. അരോണ എങ്ങനെയാണ്? കോസ്റ്റ്ലിയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് അരോണ. കുറച്ചധികം കോസ്റ്റ്ലിയാണ്. വീടുകളിൽ കൂടുതലും അരോണ ഇടുന്നവരിപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. ആദ്യമൊക്കെ നിറയെ ഫിഷ് ടാങ്ക് നിറയെ പല പല കളേഴ്സ് ഫിഷ് ഇടുന്നവരായിരുന്നു. എങ്കിൽ ഇപ്പോൾ ഫിഷ് ടാങ്കിനകത്ത് വളരെയധികം ഒരുപാട് സ്പേസ് കൊടുത്ത് ഇതിന് വേറെ ഒന്നും ഒരു കല്ലോ അങ്ങനെ സംഭവം ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു, പുതിയ വാട്ടർ അറേഞ്ച് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫിഷാണ് അരോണ. നമ്മുടെ കൂടെയുള്ള എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ കാണും എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു ഫിഷാണ് അരോണ. ഓക്കെ, ആരുടെയൊക്കെ വീട്ടിൽ അരോണ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാവോ? നമുക്ക് മുന്നേ കിടന്നത് ഒരു സിൽവർ അരോണയായിരുന്നു, അത് ഡെഡായിപ്പോയി. അരോണ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വാട്ടറിൽ എന്തെങ്കിലും ഫംഗസോ ലൈവ് ഫുഡ് കൊടുത്തതിൽ കഴിക്കാതെ വല്ലതും കിടക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും വാട്ടറിൽ തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരികയോ അതിൽ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലും പെട്ടെന്ന് തന്നെ അരോണയെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി. ഓക്കെ, ബൈ.